നമ്മളൊരു അടിപൊളി ബർത്ത്ഡേ ഡെക്കറേഷൻ ഐഡിയ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏജ് ഉണ്ടല്ലോ, ആ ഒരു നമ്പർ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം നല്ല കട്ടിയുള്ള കാർഡ്ബോർഡിലായിട്ട് ഇതുപോലെ ആ ഒരു നമ്പർ നമ്മളൊന്ന് എഴുതിയെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2 എന്നുള്ള നമ്പറാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് എഴുതിയെടുത്തിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. പിന്നെ ആ ഒരു കാർഡ്ബോർഡ് പീസിലായിട്ട് നമ്മൾ 4 സെൻറ്റിമീറ്റർ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതുപോലത്തെ കുറച്ചധികം പീസ് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ടേബിളിലായിട്ട് വെക്കാനോ അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് ലുക്ക് തോന്നാനായിട്ടൊക്കെ ഈ ഒരു രീതിയിലും കൂടി കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ 4 സെൻറ്റിമീറ്റർ വീതിയിലുള്ള കുറച്ച് പീസ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു 2 ചുറ്റായിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് വെച്ച് നോക്കിയിട്ട് ആവശ്യമുള്ള അത്രയും വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അങ്ങനെ അതിന് ചുറ്റും ഒട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ക്രേപ്പ് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ആയിട്ട് റോസ് കളറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കാണാനായിട്ട് അത്ര ഭംഗിയുണ്ടായിരുന്നില്ല. മാത്രമല്ല ആ ഒരു പേപ്പർ തികയില്ലായിരുന്നു, കുറച്ചുണ്ടായിരുന്നുള്ളൂ. പിന്നെ കടയിലൊക്കെ അന്വേഷിച്ചപ്പോൾ ആ ഒരു കളർ ഇല്ലെന്നും പറഞ്ഞു. പിന്നെ ഞാൻ റെഡ് കളർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ റെഡ് കളർ ക്രേപ്പ് പേപ്പർ വെച്ചിട്ടാണ് കവർ ചെയ്തെടുക്കുന്നത്. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ കളറൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കളറിൽ പേപ്പർ എടുക്കാം കേട്ടോ. ഇനി അതിങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ കുറച്ച് കുട്ടി കുട്ടി പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു കാർഡ്ബോർഡിലായിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ പീസും ഇതുപോലെ എടുക്കാം. എന്നിട്ടൊരു പേനയുടെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളൊന്ന് തിരിച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടുക. എന്നിട്ട് അതിനടിയിലായിട്ട് കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു കാർഡ്ബോർഡ് പീസിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് ആ ഒരു കാർഡ്ബോർഡിലായിട്ട് കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഓരോ പീസും ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു പേപ്പറിലായിട്ട് ഫെവിക്കോൾ എടുത്തിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത്. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി എളുപ്പമെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം നന്നായിട്ട് ഒട്ടി നിൽക്കാനായിട്ടാണെങ്കിലും ആ ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവുക. അങ്ങനെ നമുക്കത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഇത് ഞാൻ ഒരുപാട് പേര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അത് ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രൈസ് ആവും കേട്ടോ. ഇതിപ്പോൾ അധികം ചിലവില്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെയുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കുറച്ച് ക്ഷമ വേണം കേട്ടോ.
അതിപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണെങ്കിലും ചിലപ്പോൾ അതൊക്കെ ഇങ്ങനെ വിട്ടുപോരും. അപ്പോൾ നമ്മൾ വീണ്ടും ഒട്ടിക്കേണ്ടതായിട്ടൊക്കെ വരും. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് പശയൊക്കെ ഉണങ്ങി കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ക്ഷമയോടുകൂടിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അടിപൊളിയായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ആ ഒരു ഫ്രണ്ടിലത്തെ പോർഷൻ ഞാനൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെയും ഇതുപോലെ തന്നെ നമ്മളൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, അത്യാവശ്യം നല്ല ടൈം എടുക്കും. പിന്നെ ഒട്ടി നിൽക്കാനായിട്ടുള്ള ആ ഒരു ടൈമും ഉണ്ടാവും. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇതുപോലെയാണ് അത് വെച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടേബിളിലായിട്ട് വെക്കാനായിട്ടും പറ്റും കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതോടൊപ്പം കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് അതിലോളെന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.